Good morning, my dear children. We shall go to the next topic, that is remedies for breach of contract. What do you mean by remedies for breach of contract? അതായത് ഒരാൾ കരാർ ലംഘിച്ചാൽ, ഇപ്പം നിങ്ങളൊരാളായിട്ട് കരാർ എഴുതി, മറ്റേ ആൾ കരാർ ലംഘിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം നടപടികൾ എടുക്കാം, നിങ്ങൾക്ക് എന്തെല്ലാം നിവൃത്തികൾ കോടതിയിൽ കൂടെ കിട്ടും, ഇതാണ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ്. അപ്പം ഒരാൾ കരാർ ലംഘിച്ചാൽ ബ്രീച്ച് കമ്മിറ്റ്, വെൻ വൺ ഓഫ് ദ പാർട്ടീസ് കമ്മിറ്റ്സ് എ ബ്രീച്ച്, ദ അതർ പാർട്ടി ഹാസ് ഗോട്ട് സർട്ടൻ റെമഡീസ്. റെമഡീസ് ആണ് ചില നിവൃത്തികൾ, അതാ നടപടികൾ. അതെന്താ നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ്. നമ്പർ 2, സൂട്ട് ഫോർ ഡാമേജസ്. നമ്പർ 3, സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. നമ്പർ 4, സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. നമ്പർ 5, സൂട്ട് ഫോർ ഇൻജങ്ഷൻ. എഴുതി വെച്ചോളൂ കുട്ടികളെ, ഈ 5 എഴുതുക. അപ്പം നിങ്ങൾക്ക് ചോദ്യം വരും, വാട്ട് ആർ ദ റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. 10 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം, അല്ലെങ്കിൽ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിരിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. യു ക്യാൻ സീ ഇൻ ഓൾമോസ്റ്റ് ഓൾ ദ ക്വസ്റ്റ്യൻ പേപ്പർ, CMA, CA, LLB, BBA, BCom, എല്ലാത്തിലും ഞാൻ കണ്ടിട്ടില്ല. പല ക്വസ്റ്റ്യൻ പേപ്പറും ഞാൻ ഈ ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തത് റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ്. അതാണ് റിസിഷൻ എന്ന് ക്യാൻസൽ ചെയ്യുക. അപ്പോൾ ഒരാൾ കരാർ ലംഘിച്ചു. ഞാൻ എൻ്റെ മകളുടെ കല്യാണത്തിന് ഒരു ചാക്ക് അരി വേണമെന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞിട്ട് അയാൾ കൊണ്ടുവന്നത്. സോ ഐ ക്യാൻ റിസൈൻ, ഇനി എനിക്ക് വേണ്ട, കൊണ്ടുപോയിക്കോളൂ. ഐ ക്യാൻ റിസിൻ ദ കോൺട്രാക്ട്, ക്യാൻസൽ ചെയ്ത് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുക. മാത്രമല്ല, ഞാൻ ഈ അരി കിട്ടാൻ ഞായറാഴ്ചയാണ് വളരെ കിട്ടാൻ ബുദ്ധിമുട്ടി, ഒരാൾ ഷോപ്പ് തുറപ്പിച്ചിട്ടാണ് വാങ്ങിയത്, എനിക്ക് മനോവിഷമം വന്നു, എനിക്ക് കൂടുതൽ പണം ചിലവായി, ഇതിനൊക്കെ എനിക്ക് ഡാമേജസും ചോദിക്കാം. അതാണ് റിസിഷൻ ഓഫ് കോൺട്രാക്ട്. അത് നിങ്ങൾ ഈ എക്സാമ്പിൾ തന്നെ എഴുതിക്കോളൂ. അപ്പോൾ എന്താ റിസിഷൻ? വെൻ ദർ ഇസ് എ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട് ബൈ വൺ പാർട്ടി, ദ അതർ പാർട്ടി മേ റിസിൻ ദ കോൺട്രാക്ട് ആൻഡ് ഹി ഡിഡ് നോട്ട് ഡു ഹിസ് ഓബ്ലിഗേഷൻ. ക്യാൻസൽ ചെയ്തു, ഞാൻ അഡ്വാൻസ് തരാമെന്നോ ഞാൻ തരില്ല. ഹി നീഡ് നോട്ട് ഡു ഹിസ് ഓബ്ലിഗേഷൻ അറ്റ് ഓൾ. ഹി ക്യാൻ സിറ്റ് ക്വയറ്റ്ലി അറ്റ് ഹോം. നിങ്ങൾ പറഞ്ഞ പോലെ തന്നില്ല, ഇനിയിപ്പോൾ നിങ്ങൾ എന്തിനാണ് നിങ്ങളുടെ സാധനം എനിക്ക് വേണ്ട എന്ന് പറയാം. സോ ദാറ്റ് ഈസ് റിസിഷൻ ഓഫ് കോൺട്രാക്റ്റ്. രണ്ടാമത്തത് സൂട്ട് ഫോർ ഡാമേജസ്. സൂട്ട് ഫോർ ഡാമേജസ് എന്ന് പറഞ്ഞാൽ പലതരം ഡാമേജസുകളുണ്ട്. ഡാമേജസ്, അപ്പം നിങ്ങൾ എന്താ എഴുതേണ്ടത്? സൂട്ട് ഫോർ ഡാമേജസ് എന്തെഴുതണം? ഡാമേജസ് ആർ ദ മോണിറ്ററി കോമ്പൻസേഷൻ allowed to the injured party for the loss or injury suffered by him as a result of the breach of contract. എന്താ അതിൻ്റെ അർത്ഥം? ഡാമേജസ്, നഷ്ടപരിഹാരം എന്നാണ് അതിൻ്റെ അർത്ഥം. ഡാമേജസ് അതെ മോണിറ്ററി പണരൂപത്തിലുള്ള കോമ്പൻസേഷൻ, നഷ്ടപരിഹാരം. allowed to the injured party, കോടതി ആ കഷ്ടനഷ്ടം അനുഭവിച്ച പാർട്ടിക്ക് കൊടുക്കുന്നത്. എന്തിന്? for the loss or injury suffered by him. അയാൾ എന്ത് ലോസാണ്, എന്ത് നഷ്ടമാണ് അയാൾക്ക് വന്നത്? ആസ് എ റിസൾട്ട് ഓഫ് ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. മറ്റയാൾ കരാർ ലംഘിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് നഷ്ടമാണ് വന്നത് നിങ്ങൾ തെളിയിച്ചാൽ ആ നഷ്ടം നഷ്ടപരിഹാര രൂപത്തിൽ കോടതി നിങ്ങൾക്ക് അനുവദിച്ച് തരും. അതിൽ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാമേജസ് ഉണ്ട്. ഒന്നാമത്തത് ഓർഡിനറി ഡാമേജസ്. അത് നിങ്ങൾ എന്തായാലും എഴുതി വെച്ചോളൂ. ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാമേജസ് മാത്രമായിട്ട് ചോദ്യം വരും. അപ്പോൾ നമ്പർ 1 ordinary damages, number 2 special damages, number 3 exemplary or punitive, PUNITIVE, punitive damages, number 4 നോമിനൽ ഡാമേജസ്. ഇങ്ങനെ 4 വിധം ഡാമേജസ് ആണ് നിങ്ങൾക്ക് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പഠിച്ചിരിക്കണം. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ഡാമേജസ് മാത്രമായിട്ട് ചോദ്യം വരും. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് ഓർഡിനറി ഡാമേജസ് ആണ് എഴുതേണ്ടത്. വെൻ എ കോൺട്രാക്ട് ഹാസ് ബിൻ ബ്രോക്കൺ, കരാർ ഒരാൾ ലംഘിച്ചാൽ, ദി ഇൻജേർഡ് പാർട്ടി ക്യാൻ ഓൾവേസ് റിക്കവർ ഫ്രം ദ ഗിൽറ്റി പാർട്ടി ഓർഡിനറി ഓർ ജനറൽ ഡാമേജസ്. അപ്പം ഇത് എഴുതി വെച്ചോളൂ. can recover from the other party ordinary or general damage. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കീ വേർഡ് ഉണ്ട്. that is there are damages, ഇത് എഴുതിക്കോളൂ. damages arising naturally or directly in the usual course of things from the breach of contract. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് വേർഡ്സ് ആണ്, കീ വേർഡ്സ് ആണ്. ഇതേപോലെ തന്നെ എഴുതണം. arising naturally and directly in the usual course of things from the breach of contract. ഇതേപോലെ എഴുതിയിരിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസുണ്ട്. ദാറ്റ് ഈസ് ഹാഡ്ലി വേഴ്സസ് ബാക്സൻഡേൽ. വളരെ പഴയ കേസാണ് ഹാഡ്ലി വേഴ്സസ് ബാക്സൻഡേൽ.
അപ്പം അതിൽ ഹാഡ്ലി എന്ന് പറഞ്ഞ ആൾക്ക് ഒരു മില്ലുണ്ട്. ആ മില്ല് ക്രാങ്ക് ഷാഫ്റ്റ് പൊട്ടിയിട്ട് അത് നിന്നുപോയി, മില്ല് നിന്നുപോയി. അപ്പോൾ അവർ ഒരു ബാക്ക് സെൻഡേ എന്ന് പറഞ്ഞ ഒരാൾക്ക് ബി, നമ്മൾ എച്ചും ബിയും എടുക്കാം. എച്ച് എന്ന് പറഞ്ഞ ആളുടെ മില്ല് നിന്നുപോയി ക്രാങ്ക് ഷാഫ്റ്റ് പൊട്ടിയിട്ട്. സോ ഹി ഡെലിവേർഡ് ടു ബി ഫോർ ഡെലിവറിങ് ടു ദ ഫൗണ്ടറി. ഫൗണ്ടറി എന്ന് പറഞ്ഞാൽ ഇതിന് നന്നാക്കുന്ന സ്ഥലം, അവിടെ കൊടുത്തിട്ട് നന്നാക്കി തരാൻ വേണ്ടി കൊടുത്തു. അങ്ങനെ കൊടുത്ത് അയാൾ കാരിയർ, ലോറീൻ്റെ ആൾക്കാരാണ് ക്യാരി ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോയി നന്നാക്കാൻ. അപ്പോൾ യൂഷ്വലി 2 ദിവസം കൊണ്ട് മടക്കി കൊണ്ടുവരാം. പക്ഷേ ഇയാൾ കുറേ ദിവസം വൈകിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ അതോടുകൂടി ഹാഡ്ലിൻ്റെ മില്ല് സ്റ്റോപ്പ് ചെയ്ത കാരണം ഓരോ ദിവസം വലിയ വരുമാനമുള്ള മില്ലാണ്. അതോടെ ഹാഡ്ലിക്ക് അതിൻ്റെ മില്ല് സ്റ്റോപ്പ് ചെയ്ത് വളരെ നഷ്ടം വന്നു. ഒരുപാട് ഒരു ദിവസം തന്നെ വലിയൊരു എമൗണ്ട് നഷ്ടം വന്നു, ലോസ് ഓഫ് പ്രോഫിറ്റ്. അപ്പോൾ ഹാഡ്ലി എന്ത് ചെയ്തു, ബീൻ്റെ പേരിൽ, ബീൻ്റെ പേരിൽ കേസ് കൊടുത്തു. എനിക്ക് മില്ല് നിന്ന് പോയിട്ട് ഇത്രയും നഷ്ടം വന്നിട്ടുണ്ട്, അതുകൊണ്ട് ആ നഷ്ടം മുഴുവൻ എനിക്ക് നികത്തി കിട്ടണം എന്ന് പറഞ്ഞ് കോടതിയിൽ കേസ് കൊടുത്തു. പക്ഷെ കോടതി ഹാഡ്ലിയോട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഇത് ക്രാങ്ക് ഷാഫ്റ്റ് റിപ്പയർ ചെയ്യാൻ കൊടുക്കുമ്പോൾ എൻ്റെ മില്ല് നിന്ന് പോയത് കൊണ്ട് എനിക്ക് ഒരു ദിവസം ഇത്ര നഷ്ടം വരും, അതുകൊണ്ട് പെട്ടെന്ന് അത് തിരിച്ചു തരണം എന്ന് നിങ്ങൾ പറഞ്ഞോ എന്ന് ചോദിച്ചു. അപ്പോൾ ഹാഡ്ലി പറഞ്ഞിട്ടില്ല. അതോടുകൂടി ഹാഡ്ലിക്ക് ആ നഷ്ടപരിഹാരം കൊടുക്കാൻ പറ്റില്ല. നോർമൽ ഡാമേജസ് മാത്രമേ കിട്ടുള്ളൂ. ഇങ്ങനെ ഈ കാര്യം, ഈ സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് ഒന്നും പറയാത്തത് കാരണം ഹാഡ്ലി വാസ് അണേബിൾ ടു റിക്കവർ ദാറ്റ് ഡാമേജസ്. ഇതൊരു റിമോട്ട് കോൺസിക്വൻസ് ആണ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ വിദൂരമായ ഒരു നഷ്ടപരിഹാരമായിട്ടേ കണക്കാക്കാൻ പറ്റുള്ളൂ. direct consequence. It is not a damage arising naturally and directly in the usual course of things. ഞാൻ നേരത്തെ പറഞ്ഞു അണ്ടർലൈൻ ചെയ്യാൻ. നാച്ചുറലി ആൻഡ് ഡയറക്ട്ലി ഇൻ ദ യൂഷ്വൽ കോഴ്സ് ഓഫ് തിങ്സ് അല്ല. ഇറ്റ് ഈസ് എ റിമോട്ട് കോൺസിക്വൻസ്. റിമോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വൈകിയതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര നിങ്ങളുടെ മില്ലിൽ ഇത്ര നഷ്ടം വന്നു, അത് റിക്കവർ ചെയ്യാൻ പറ്റില്ല എന്നാണ് കോടതി പറഞ്ഞത്. ഓക്കെ, സോ ദാറ്റ് ഇസ് ഇറ്റ്. അപ്പോൾ അതാണ് നമ്മൾ എഴുതുന്നത്. ഓർഡിനറി ഡാമേജസിൽ നിങ്ങൾ എന്തായാലും ഹാഡ്ലി വേഴ്സസ് ബാക്സെൻഡേൽ എന്നുള്ള കേസ് എന്തായാലും എഴുതണം, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതും കൂടി എഴുതണം. ഡാമേജസ് arising naturally and directly from the usual course of things due to the breach of contract എന്നും കൂടി എഴുതണം. അപ്പോൾ അതാണ് ഓർഡിനറി ഡാമേജസിൽ എഴുതേണ്ടത്. ഇനി അടുത്തതാണ് സ്പെഷ്യൽ ഡാമേജസ്. സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ സർക്കംസ്റ്റൻസിനെ കുറിച്ച് പ്രോമിസറോട് പറഞ്ഞിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, മിസ്റ്റർ എക്ക് ഇവിടെ പടക കച്ചവടമാണ്, ക്രാക്കേഴ്സ്, പടക്കത്തിൻ്റെ കച്ചവടമാണ്. എ ബിയോട് പറയുന്നു, എനിക്ക് 1,00,000 പടകം വേണം, ദീപാവലിക്ക് എനിക്കിവിടെ നല്ല കച്ചവടമാണ്, നിങ്ങൾ ശിവകാശിയിലെ ഒരു കമ്പനിക്ക് ഓർഡർ ചെയ്തു 1,00,000 രൂപേൻ്റെ പടകം, പക്ഷേ നിങ്ങൾ കൊണ്ടുവരണം ദീപാവലീൻ്റെ ഒരു 10 ദിവസം മുമ്പേ കൊണ്ടുവരണം എന്നും പറഞ്ഞു. പക്ഷേ ശിവകാശിയിലെ കമ്പനി ദീപാവലി കഴിഞ്ഞിട്ടാണ് കൊണ്ടുവന്നത്. അപ്പോൾ സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് പ്രത്യേകം പറഞ്ഞ് ദീപാവലിയുടെ ആവശ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ this company did not deliver it. They delivered only after everything was over. Deepavali was over. So അപ്പോൾ ഇയാൾ ഓർഡർ ചെയ്ത ആൾ മിസ്റ്റർ എ ആയിക്കോട്ടെ, ബിയോടാണ് പറഞ്ഞത്. അപ്പോൾ എ എന്ത് ചെയ്തു, ബീൻ്റെ പേരിൽ കേസ് കൊടുത്തു. എനിക്ക് ഇത്രയും നഷ്ടം വന്നു, ഞാൻ ഇതിനോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഐ ഹാഡ് മെയ്ഡ് നോൺ ടു ഹിം ദ സ്പെഷ്യൽ സർക്കംസ്റ്റൻസ് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ദീപാവലി പേർപ്പസ്. ഐ ഹാഡ് മെയ്ഡ് നോൺ ടു ഹിം. സോ ഇൻ സച്ച് എ കേസ് ഐ വോണ്ട് ഡാമേജസ് എന്ന് കേസ് കൊടുത്തു. കോടതി അനുവദിച്ചു. അപ്പോൾ ഇയാൾ നിങ്ങൾക്ക് എത്രയാവും, എല്ലാ ദീപാവലിക്ക് നിങ്ങൾക്ക് എത്ര ലാഭമുണ്ട്, ഞാൻ 1,00,000 രൂപ ലാഭം ഉണ്ടാക്കുന്ന ഒരാളാണ് എത്രയോ കാലങ്ങളായിട്ട്, അതുകൊണ്ട് എനിക്ക് അതിൻ്റെ ഓഡിറ്റഡ് കണക്കുകളൊക്കെ എൻ്റെ കയ്യിലുണ്ട്, അതൊക്കെ കോടതിയിൽ ഹാജരാക്കി. സോ ദ കോർട്ട് സെഡ് യു ക്യാൻ ഗെറ്റ് സ്പെഷ്യൽ ഡാമേജസ് എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ എന്താണ് എഴുതുന്നത്, സ്പെഷ്യൽ ഡാമേജസ് എന്ന് എഴുതുക. എന്നിട്ട് സ്പെഷ്യൽ ഡാമേജസ് ആർ ദോസ് വിച്ച് അറൈസ് ഓൺ അക്കൗണ്ട് ഓഫ് ദ സ്പെഷ്യൽ സർക്കംസ്റ്റൻസ്, അൺയൂഷ്വൽ സർക്കംസ്റ്റൻസ് എഫക്റ്റിംഗ് ദ പ്ലെയിൻറ്റിഫ്. ഇങ്ങനെ എഴുതണം. ദേ ആർ സച്ച് റിമോട്ട് ലോസസ് വിച്ച് ആർ നോട്ട് നാച്ചുറൽ ആൻഡ് പ്രോബബിൾ കോൺസിക്വൻസ് ഓഫ് ദ ബ്രീച്ച് ഓഫ് കോൺട്രാക്ട്. അപ്പോൾ റിമോട്ടാണിത്. റിമോട്ട് എന്ന് പറഞ്ഞാൽ വിദൂരമായ, ഇയാൾ കൊടുക്കാത്തതുകൊണ്ട് ഇയാൾക്ക് കച്ചവടത്തിൽ ഇത്ര നഷ്ടം വന്നു എന്ന് പറയുന്നത് റിമോട്ടായി. റിമോട്ട് എന്ന് പറഞ്ഞാൽ വിദൂരമായ ഒരു നഷ്ടപരിഹാര തുക. അപ്പോൾ സ്പെഷ്യൽ ഡാമേജ് നിങ്ങൾ എഴുതിയാൽ മതി. ഈ വിഷു അല്ലെങ്കിൽ ദീപാവലിക്ക് ക്രാക്കേഴ്സ് ഓർഡർ ചെയ്തു, ക്രാക്കേഴ്സ് തന്നില്ല, വിഷു കഴിഞ്ഞിട്ടല്ല ദീപാവലി കഴിഞ്ഞിട്ടാണ് ഡെലിവർ ചെയ്തത്. ഇൻ സച്ച് എ കേസ് he had made known, the promisee had made known that this is for this purpose, special circumstance വേണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, and still not delivered, so they can ask for special damages. അടുത്തതാണ് exemplary or vindictive damages.
എക്സംപ്ലറി, മൂന്നാമത്തെ എഴുതി വെച്ചോളൂ, എക്സംപ്ലറി ഓർ വിൻഡിക്റ്റീവ് ഡാമേജസ്. അപ്പോൾ ഈ ഡാമേജസ് യൂഷ്വലി ഗിവൺ ഫോർ പണിഷിങ് ദ ഗിൽറ്റി പാർട്ടി. അത് എഴുതണം കുട്ടികളെ. പണിഷിങ് ദ ഗിൽറ്റി പാർട്ടി ഫോർ ദ ബ്രീച്ച് ആൻഡ് നോട്ട് ബൈ വേ ഓഫ് കോമ്പൻസേഷൻ. നഷ്ടപരിഹാരമല്ല, പണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ഡാമേജാണ്. ഇത് 2 കാര്യത്തിലാണ് ഇത് കൊടുക്കുന്നത്. നമ്പർ 1, അതിൽ നിങ്ങൾ A, B എന്നാണ് എഴുതണം. A, ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട് ടു മാരി. ഒരു മിസ്റ്റർ എ മിസ് ബിയെ വിവാഹം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തു. നിന്നെ ഞാൻ വിവാഹം കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തു. പക്ഷേ യാതൊരു കാരണവുമില്ലാണ്ട് എ പറയുന്നു എനിക്ക് നിന്നെ വേണ്ട. അതോടുകൂടി ബിക്ക് വളരെ വിഷമം തോന്നി, ബീൻ്റെ ഫീലിങ്സ് ഹേർട്ടായി. അതിന് വേണ്ടിയിട്ട് കോടതി ഒരു നഷ്ടപരിഹാരം കൊടുക്കുന്നു. അതിനാണ് നമ്മൾ പറയുന്നത് എക്സംപ്ലറി, പ്രതിഷേധാത്മകമായിട്ട് വിൻഡിക്റ്റീവ് ഡാമേജസ്. സോ ബ്രീച്ച് ഓഫ് എ കോൺട്രാക്ട് ടു മാരി, ഇൻ ദിസ് കേസ് എമൗണ്ട് ഓഫ് ഡാമേജ് വിൽ ഡിപ്പെൻഡ് അപ്പോൺ ദി എക്സ്റ്റെൻറ്റ് ഓഫ് ഇഞ്ചുറി ടു ദ പാർട്ടീസ് ഫീലിങ്സ്. പാർട്ടീൻ്റെ ഇപ്പോൾ ലേഡീനെ കൂട്ടുകയറ്റി ചോദിക്കാൻ നിങ്ങൾക്ക് അയാൾ വിവാഹം കഴിക്കില്ല എന്ന് വലിയ സങ്കടം തോന്നിയോ? ഇല്ല എന്ന് പറഞ്ഞാൽ കിട്ടില്ല കേട്ടോ. എനിക്ക് വളരെ വിഷമമായി, ഞാൻ കുറേ നാൾ കരഞ്ഞിരുന്നു എന്ന് പറഞ്ഞാലേ നമുക്ക് നഷ്ടപരിഹാരം കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം അപ്പോൾ കക്ഷിയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. എനിക്ക് വിഷമമൊന്നും ഉണ്ടായില്ല, അയാൾ പോയി പണി നോക്കട്ടെ എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡാണെങ്കിൽ യു വോണ്ട് ഗെറ്റ് എനി ഡാമേജസ്. എനിക്ക് വളരെ വിഷമം, ഞാൻ കുറേ ദിവസം കരഞ്ഞിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you will get damages. So breach of a contract to marry. രണ്ടാമത്തത് dishonor of wrongful dishonor of a customer's check by the banker. ഇത് ബാങ്കാണ് പ്രതി. ഞാനിപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് വന്നു ഒരു ഡൊണേഷൻ ചോദിച്ചു. എത്രയാണ് വേണ്ടത്? ശരി, ഇതാ പിടിച്ചോളൂ, 1000 രൂപ അല്ലെങ്കിൽ 10,000 രൂപ ദ ഡൊണേഷൻ. അപ്പോൾ ഞാൻ ആ ചെക്കാണ് കൊടുത്തത്. ചെക്ക് കൊടുത്ത് നിങ്ങൾ ബാങ്ക് കൊണ്ടുപോയി. ബാങ്കർ പറയുന്നു, ബാങ്ക് മാനേജർ പറയുന്നു, ഇതാര് തന്നു ചെക്ക്? ഞങ്ങളുടെ മാഡം തന്നതാണ്, ഇവരെ അക്കൗണ്ടിൽ ഒറ്റ പൈസ ഇല്ല. അതുപോലെ എനിക്ക് നാണക്കേടാണ്, എൻ്റെ ലോസ് ഓഫ് ക്രെഡിറ്റ്, എനിക്ക് പേരുദോഷം. അപ്പം ഞാൻ ആ കുട്ടികൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഡം നിങ്ങളുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല എന്ന് ആ ബാങ്ക് പറയുന്നത്. ഐ ഗോട്ട് വെരി ആംഗ്രി. ഞാൻ വേഗം ബാങ്ക് മാനേജർ വിളിച്ച് ഫയർ ചെയ്തു, ചെക്ക് മൈ അക്കൗണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ദർ വാസ് സഫീഷ്യൻ്റ് എമൗണ്ട്. അവരോട് തെറ്റിപ്പോയതാണ്, റോങ്ഫുൾ ഡിസോണർ അവർ ചെയ്തത്. എനിക്ക് അവരുടെ പേരിൽ കേസ് കൊടുക്കാം ഫോർ ഡാമേജസ്, എന്നെ നാണക്കേടിലാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഐ ക്യാൻ ഫയൽ എ കേസ്. സപ്പോസ് ഞാനൊരു 100 റുപ്പീസിൻ്റെ ചെക്കാണ് കൊടുത്തതെന്ന് വിചാരിച്ചോളൂ. അത് അവർ കൊണ്ടുപോയപ്പോൾ അവർ അയ്യോ ഈ മാഡത്തിൻ്റെ അക്കൗണ്ടിൽ 100 റുപ്പീസ് വരെ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അതിലും നാണക്കേടല്ലേ. അതിനേക്കാൾ 10,000 രൂപേനേക്കാളും നാണക്കേട് 100 റുപ്പീസ് ഡിസോണർ ആയാലാണ്. അപ്പോൾ ഈ മാഡത്തിന് 100 റുപ്പീസ് വകയില്ലാത്ത മാഡമാണെന്നല്ലേ കുട്ടികൾ പറയുന്നത്. സോ ഐ ക്യാൻ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദ ബാങ്ക് മാനേജർ. യു ഹാവ് റോങ്ഫുള്ളി ഡിസോൺ, മൈ ക്രെഡിറ്റ് ഇസ് ഗോൺ, എൻ്റെ സെൽഫ് പേര് പോയി, അതുകൊണ്ട് 100 രൂപയ്ക്ക് വകയില്ലാത്ത ടീച്ചർ എന്നാണ് പറയുന്നത്. സോ ഐ ക്യാൻ ഫയൽ എ ഗ്രേറ്റർ എമൗണ്ട്, എനിക്ക് വലിയൊരു എമൗണ്ട് കോമ്പൻസേഷൻ ചോദിക്കാം. അതിൽ പറയുന്നത് ഓഫ് കോഴ്സ് ദ ആക്ച്വൽ എമൗണ്ട് ഡാമേജ് ഡിസോണറിൽ പറയുന്നത് ഇൻ ദ കേസ് ഓഫ് the rule ascertaining damage, the smaller the check, the greater the damage. And the next is nominal damages. Nominal എന്ന നാമമാത്രമായ നഷ്ടപരിഹാര തുക. Nominal damages are awarded only for namesake. നാമമാത്രമായിട്ട്, കോമ്പൻസേഷൻ പോലെയല്ല. സപ്പോസ് ഒരാളടുത്ത് ഞാൻ ഒരു ചാക്ക് അരി വാങ്ങാമെന്ന് പറഞ്ഞു, ഒരു ചാക്ക് ബിരിയാണി അരി, അതിൻ്റെ വില 5,000 രൂപ. അപ്പം അയാൾ പറയുന്ന പോലെ ആ പറഞ്ഞ ദിവസം അയാൾ തന്നില്ല, അയാൾ ബ്രീച്ച് കമ്മിറ്റ് ചെയ്തു. അപ്പോൾ ഞാൻ വേറെ ഷോപ്പിൽ പോയിട്ട് ഈ ബിരിയാണി എനിക്ക് അടിയന്തരമായിട്ട് ആവശ്യമുണ്ട്, ഞാൻ ബിരിയാണി അരി വാങ്ങി. അപ്പോൾ എനിക്ക് 5,000 അല്ല, എനിക്ക് 4,800 4,800 രൂപയ്ക്ക് സാധനം കിട്ടി. കുറച്ച് ലാഭമായിരുന്നു. ഇയാൾ കരാർ ക്യാൻസൽ കൊണ്ട് എനിക്ക് ലാഭമാണ്. പക്ഷേ അയാൾ തന്നില്ലല്ലോ. യെസ് കമ്മിറ്റഡ് എ ബ്രീച്ച്. അയാൾ എനിക്ക് തരാമെന്ന് പറ്റിച്ചു, തന്നില്ല. അപ്പോൾ ഞാൻ അയാളുടെ പേരിൽ കേസ് കൊടുത്തു. അപ്പോൾ കോടതി എന്നോട് ചോദിച്ചു നിങ്ങൾ പിന്നെ എത്ര പൈസക്ക് വാങ്ങി? അപ്പോൾ ഞാൻ 4,800 എൻ്റെ ബില്ലിൽ 4,800 എന്നുണ്ട്. അപ്പോൾ കോടതി നിങ്ങൾക്ക് നഷ്ടമൊന്നും സംഭവിച്ചില്ലല്ലോ. ഇല്ല. അതുകൊണ്ട് പക്ഷേ അയാൾ കമ്മിറ്റഡ് എ ബ്രീച്ച്, അയാൾ കരാർ ലംഘിച്ചു, തരാമെന്ന് പറഞ്ഞ ദിവസം തന്നില്ല. അതുകൊണ്ട് ഐ ക്യാൻ ഫയൽ എ കേസ് അഗെയിൻസ്റ്റ് ദാറ്റ് പേഴ്സൺ. അപ്പോൾ കോടതി എനിക്ക് നഷ്ടപരിഹാരം തരും, ഒരു സ്മോൾ നോമിനൽ എമൗണ്ട്. കേസ് ജയിച്ചു, പക്ഷേ നഷ്ടപരിഹാരം ഒരു 10 രൂപയോ അല്ലെങ്കിൽ 5 രൂപയോ ആയിരിക്കും കോടതി അവാർഡ് ചെയ്തത്. കേസ് ജയിച്ചു. അപ്പം അതിനാണ് നോമിനൽ ഡാമേജസ് എന്ന് പറയുന്നത്. നോമിനൽ ഡാമേജസ് അവാർഡ് എഴുതി വെച്ചോളൂ കുട്ടികളെ. നോമിനൽ ഡാമേജസ് ഓൺലി ഫോർ നെയിം സേക്ക് is awarded by way of compensation to the aggrieved party and not punishment of the guilty party. പണിഷ്യലല്ല. But such nominal damages are awarded to establish the right of decree for breach of contract. അതെന്തായാലും എഴുതണം. These nominal damages are awarded to establish the right of decree. Establish the right of decree എന്ന് പറഞ്ഞാൽ എന്താണ്?
നിങ്ങൾക്ക് ഈ ഒരു വിധി കിട്ടാൻ അർഹതയുണ്ട്, നിങ്ങൾക്ക് അവകാശമുണ്ട്. ആ റൈറ്റ് ഓഫ് ഡിക്രി സ്ഥാപിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കോടതി നിങ്ങളുടെ കേസ് ജയിപ്പിച്ചു തരും, മറ്റേ കരാർ ലംഘിച്ചതുകൊണ്ട്. സോ അപ്പോൾ അത്ര എഴുതിയാൽ മതി. അപ്പോൾ അങ്ങനെയാകുമ്പോൾ കോടതി ഒരു നോമിനൽ കോമൻ, നിങ്ങൾക്ക് ശരിയും നഷ്ടപരിഹാരം തരാം, 1 ഉറുപ്പ്യോ 10 ഉറുപ്പ്യോ 5 ഉറുപ്പ്യോ തരും, നിങ്ങൾക്ക് കേസ് ജയിപ്പിച്ചു തരും, പക്ഷെ നിങ്ങൾക്ക് യഥാർത്ഥത്തിലൊരു നഷ്ടവും സംഭവിച്ചില്ലല്ലോ എന്നതാണ്. സോ ദാറ്റ് ഈസ് നോമിനൽ ഡാമേജസ്. ഇനി അടുത്തത് ലിക്വിഡേറ്റഡ് ഡാമേജസ് ആൻഡ് പെനൽറ്റി എന്നൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. അത് ലിക്വിഡേറ്റഡ് ഡാമേജ് തിട്ടപ്പെടുത്തിയ നഷ്ടപരിഹാര തുകയ്ക്കാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. അപ്പോൾ നമ്മൾ ആദ്യമേ കരാറിൽ തന്നെ ഈ കരാർ ഒരാൾ ലംഘിച്ചാൽ ഇത്ര നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരും എന്ന് ആദ്യമേ നിശ്ചയിക്കുന്നതിനാണ് ലിക്വിഡേറ്റഡ് ഡാമേജസ്. നിങ്ങൾ എന്താ എഴുതുക ലിക്വിഡേറ്റ് ഡാമേജസ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഫെയർ ആൻഡ് ജെനുവിൻ പ്രീ എസ്റ്റിമേറ്റ് ഓഫ് ദ പ്രോബബിൾ ലോസ്. ഇപ്പോൾ ലിക്വിഡേറ്റ് ഡാമേജ് ഇത് നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇറ്റ് ഈസ് എ ഫെയർ ആൻഡ് ജെനുവിൻ പ്രീ എസ്റ്റിമേറ്റ്, മുൻകൂട്ടി നിശ്ചയിച്ചത്, ഓഫ് ദ പ്രോബബിൾ ലോസ്, നഷ്ടം വരാനുള്ള സാധ്യതയുള്ള നഷ്ടം, ലൈക്ലി ടു റിസൾട്ട് ഫ്രം ദ ബീച്ച്. എന്തെങ്കിലും കാരണം നിങ്ങൾ കരാർ ലംഘിച്ചാൽ എനിക്ക് 10,000 ഉറുപ്പ്യ നിങ്ങൾ നഷ്ടപരിഹാരം തരണം, എനിക്ക് യഥാർത്ഥത്തിൽ ഇത്ര നഷ്ടം വരും, കണക്ക് കൂട്ടി നോക്കുമ്പോൾ ഇത്ര നഷ്ടം വരും എന്ന് പറഞ്ഞാൽ ആ നഷ്ടത്തിനാണ് നമ്മൾ ലിക്വിഡേറ്റ് ഡാമേജസ് എന്ന് പറയുന്നത്. ഇനി പെനൽറ്റി എന്ന് പറഞ്ഞാൽ വ്യത്യാസമുണ്ട് കുട്ടികളെ. പെനൽറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കരാർ ലംഘിക്കരുത് എന്ന് കരുതിക്കൊണ്ട് വലിയൊരു തുക നിങ്ങളോട് നഷ്ടപരിഹാരം, നിങ്ങൾ ഒരു പെനൽറ്റി, ഒരു ശിക്ഷാ നടപടിയായിട്ട് തരുന്നതിനാണ് പെനൽറ്റി എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ പറഞ്ഞ ദിവസം നിങ്ങൾ ഈ തുക തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ 10,000 ഉറുപ്പ്യ നഷ്ടം തരേണ്ടി വരും എന്നൊക്കെ. ശരിക്കും 10,000 ഉറുപ്പ്യ നഷ്ടം ഉണ്ടായിട്ടില്ല. അപ്പോൾ നിങ്ങൾ പറഞ്ഞ ദിവസം ഈ തുക തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ പലിശ ഇപ്പോൾ 10% ഫിക്സ് ചെയ്ത് നിങ്ങൾ 50% പലിശ തരേണ്ടി വരും എന്നൊക്കെ പറയാം. അതൊക്കെ പെനൽറ്റിയാണ്. അപ്പോൾ ഇങ്ങനത്തെ പെനൽറ്റി എന്ന് ക്ലോസ് ഉണ്ടാവും. പക്ഷെ നമ്മൾ ഇന്ത്യൻ ലോയിൽ നമ്മൾ ലിക്വിഡേറ്റ് ഡാമേജ് എഴുതിയാലും പെനൽറ്റി എഴുതിയാലും എന്തുപോലെ എഴുതിയാലും കോടതി ഒരു ന്യായമായ നഷ്ടപരിഹാരമാണ് കോടതി അവാർഡ് ചെയ്യുക. ഇന്ത്യൻ ലോ അങ്ങനെയാണ്. ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിലെ പോയിൻ്റ് തന്നെ, സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. അപ്പം നമ്മൾ ഇതിൽ റിസിഷൻ ഓഫ് കോൺട്രാക്ട്, സൂട്ട് ഫോർ ഡാമേജസ്, സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്, അത് മൂന്നാമത്തതാണ് സൂട്ട് അപ്പോൺ ക്വാണ്ടം. എന്താ ഈ ക്വാണ്ടം മെറിറ്റ് എന്ന് പറഞ്ഞാൽ? as much as you have done, as much as you have earned. നിങ്ങൾ എത്രയാണോ നിങ്ങൾ ചെയ്ത പണിക്കനുസരിച്ച് നിങ്ങൾക്ക് കോടതി തരും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോൺട്രാക്ടർ മിസ്റ്റർ ഗോപാലൻ നിങ്ങൾക്കൊരു വീടുണ്ടായി, ഹീസ് എ എൻജിനീയർ കോൺട്രാക്ടറൊക്കെയാണ്, നിങ്ങൾക്കൊരു വീടുണ്ടായി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അയാൾ വീടുണ്ടാക്കി ഒരു ഫ്ലോർ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറയാണ് എനിക്ക് വീടുണ്ടായി തരാം. ഞാൻ പറഞ്ഞു ഇല്ല ഗോപാല, നിങ്ങൾ പോയിക്കോളൂ, നിങ്ങളുടെ പണി എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ അയാളെ പറഞ്ഞേക്കുക. അപ്പോഴേക്കും അയാളൊരു 5 ലക്ഷത്തിൻ്റെ പണി എടുത്തു കഴിഞ്ഞു. അപ്പോൾ എടുത്ത പണീൻ്റെ പൈസ അയാൾ കിട്ടണ്ടേ? അപ്പോൾ അയാൾ ഞാൻ പൈസ കൊടുത്തില്ല, നിങ്ങളുടെ പണി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പൈസ കൊടുത്തില്ല. അപ്പോൾ ഗോപാലിന് എൻ്റെ പേരിൽ കേസ് കൊടുക്കാം. എന്ത് കേസാണ് കൊടുക്കുക? സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. ചെയ്ത പണിക്ക് അനുസൃതമായിട്ടുള്ള എത്രയാണോ പണിയെടുത്തത് അതിനുള്ള തുക തരിക. അപ്പോൾ നിങ്ങൾ എന്താ എഴുതുക? സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റിൽ എന്താ എഴുതുക? injured party is suit upon a right to sue upon quantum merit arises where after the ഇങ്ങനെ എഴുതിക്കോളൂ, ആസ് മച്ച് ആസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ. ക്വാണ്ടം മെറിറ്റ് മീൻസ് ഇങ്ങനെ എഴുതിക്കോളൂ, ക്വാണ്ടം മെറിറ്റ് മീൻസ് ഇൻ പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ. ചെയ്തതിന് അനുപാതികമായിട്ടുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടണം. ചെയ്ത നഷ്ടപരിഹാരം നിങ്ങൾക്ക് കിട്ടണം. അതിനാണ് ക്വാണ്ടം മെറിറ്റ് എന്ന് പറയുന്നത്. അപ്പം പ്രൊപ്പോർഷൻ ടു ദ വർക്ക് ഡൺ ഓർ ഗുഡ്സ് സപ്ലൈ, എത്ര വിച്ചാർക്ക് സപ്ലൈ ചെയ്തോ അതിനനുസരിച്ചുള്ള പൈസ. അപ്പോൾ അതിൽ എന്താണ്, അതിൽ ചില പോയിൻറ്റ്സ് ഉണ്ട്, നമുക്ക് നോക്കാം. സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റ് നമ്മൾ എപ്പോഴാണ് ചോദിക്കുന്നത് എന്നൊരു പോയിൻ്റ് ഉണ്ട്. വേർ ദ വർക്ക് ഹാസ് ബീൻ ഡൺ which has been discharged by default of the defendant. അതാണ് ഒന്നാമത്തത്. സൂട്ട് അപ്പോൺ ക്വാണ്ടം മെറിറ്റിൽ നിങ്ങൾ ഒന്നാമത് എഴുതുന്നത് വർക്ക് ഹാസ് ബീൻ ഡൺ as per the contract which has been discharged by the default of the defendant. Default of the defendant എന്ന് പറഞ്ഞാൽ ഡിഫൻഡൻറ്റ് അത് വേണ്ടാന്ന് പറഞ്ഞ് വിട്ടു. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു പ്രസ് നടത്തുകയാണ്. പ്രസ്സിൽ ഒരു കഥാകൃത്ത് വന്നിട്ട് പറഞ്ഞു ഞാൻ കഥ എഴുതി തരാം, 12 വോളിയം, 12 നിങ്ങളുടെ 12 മാസികയിലായിട്ട് 12 ഭാഗമായിട്ട് ഒരു കഥ എഴുതി തരാമെന്ന് പറഞ്ഞു. ഓക്കെ, നിങ്ങൾ സമ്മതിച്ചു. ഓക്കെ, സന്തോഷം, എഴുതിക്കോളുന്നു. അങ്ങനെ അതിൽ എഴുതി തുടങ്ങി. 1 ലക്കം എഴുതി, 2 ലക്കത്തിലെഴുതി, 3 ലക്കം. 4ാമത്തെ ലക്കാകുമ്പോഴേക്ക് അയാൾ മാസിക നിർത്തിക്കളഞ്ഞു. അപ്പോൾ ഇയാൾക്ക്
ഓൾറെഡി കഥാകൃത്തിന് ഓൾറെഡി എഴുതിയ 3 ലക്കത്തിൻ്റെ പണം കിട്ടണ്ടേ? അപ്പോൾ അത് കൊടുത്തില്ല, പ്രസ്സുകാരൻ കൊടുത്തില്ല. അപ്പോൾ ഈ കഥാകൃത്തിന് പ്രസ്സുകാരൻ്റെ പേരിൽ കേസ് കൊടുക്കാം. കേസ് കൊടുത്തിട്ട് ഞാൻ ചെയ്ത പണീൻ്റെ പൈസ എനിക്ക് കിട്ടണം. അപ്പോൾ മറ്റേ റദ്ദാക്കി കളഞ്ഞു, ഫുൾ റദ്ദാക്കി. അതോടുകൂടി ഇയാൾ ചെയ്ത പണിയുടെ പൈസ കിട്ടണമെന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. അപ്പോൾ ഇതാണ് വെൻ ദ വർക്ക് ഹാസ് ബീൻ ഡൺ ഇൻ പെർസുവൻസ് ബൈ കരാർ പ്രകാരം അയാൾ ചെയ്തിട്ടുണ്ട്, വിച്ച് ഹാസ് ബീൻ ഡിസ്ചാർജ് ബൈ ദ ഡിഫോൾട്ട് ഓഫ് ദ ഡിഫെൻഡൻറ്റ്. ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് മാസിക വേണ്ടാന്ന് വെച്ചു, അത് നിർത്തിക്കളഞ്ഞു മാസിക. അതുകൊണ്ട് അതർ പേഴ്സൺ ദ കഥാകൃത്തിന് ക്യാൻ ഫയൽ എ കേസ് ഫോർ ക്വാണ്ടം മെറിറ്റ്. പിന്നെ രണ്ടാമത്തതാണെങ്കിൽ നമുക്ക് നോക്കാം, when the work has been done in pursuance of the contract which was discovered to be void. കരാർ പ്രകാരം പണിയൊക്കെ എടുത്തു, പക്ഷേ പിന്നീടാണ് മനസ്സിലായത് അത് വോയിഡാണ്, കരാർ വോയിഡാണ്. അതെന്താണെന്ന് നോക്കാം. ഒരു മാനേജിങ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്തു. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് എല്ലാവരും കൂടി ഒരു മാനേജിങ് ഡയറക്ടറെ അപ്പോയിൻറ്റ് ചെയ്തു. ഒരു ജോലിയിൽ നല്ല ശമ്പളവും കൊടുക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്ത അപ്പോയിൻറ്റിങ് അതോറിറ്റിക്ക് അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യാനുള്ള യോഗ്യത ഉണ്ടായിരുന്നില്ല. ദേ ഹാഡ് നോ റിക്വയർഡ് ക്വാളിഫിക്കേഷൻ ടു അപ്പോയിൻറ്റ് ദിസ് പേഴ്സൺ ആസ് എ മാനേജിങ് ഡയറക്ടർ. അങ്ങനെ മാനേജിങ് ഡയറക്ടറുടെ അപ്പോയിൻമെൻറ്റ് റദ്ദായിപ്പോയി, ബിക്കംസ് വോയിഡ്. അപ്പോൾ അപ്പോഴേക്കും അയാൾ 4 മാസം പണിയെടുത്തിട്ടുണ്ട്. ഈ 4 മാസം പണിയെടുത്തതിൻ്റെ പൈസ ഹീസ് എൻറ്റൈറ്റിൽഡ് ടു ഗെറ്റ്. അപ്പോൾ ഹീ ക്യാൻ ഫയൽ എ കേസ്, കിട്ടിയിട്ടില്ല, ഹീ ക്യാൻ ഫയൽ എ കേസ് അപ്പോൺ ക്വാണ്ടം മെറിറ്റ്. അപ്പോൾ അത് വേർ ദ വർക്ക് ഹാസ് ബീൻ ഡൺ, ഇയാൾ പണിയെടുത്തു 4 മാസം ഇൻ പെർസുവൻസ് ഓഫ് എ കോൺട്രാക്ട് വിച്ച് ഇസ് ഡിസ്കവേർഡ് ടു ബി വോയിഡ്. സോ അപ്പോൾ പിന്നീടാണ് മനസ്സിലായത് ഇയാളുടെ അപ്പോയിൻമെൻറ്റ് വോയിഡാണ്. സോ ഇൻ സച്ച് എ കേസ് ഹീ ക്യാൻ ഫയൽ എ കേസ് ഫോർ ക്വാണ്ടം മെറിറ്റ്. പിന്നെ മൂന്നാമത്തത് when a person enjoys the benefit of a non-gratuitous act. non-gratuitous act എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു തന്നു. അതായത് പ്രതിഫലം ആഗ്രഹിക്കുന്ന ഒരു ജോലിക്കാണ് നോൺ ഗ്രാറ്റുവിറ്റസ് ആക്ട്. നിങ്ങൾ പണിയെടുക്കുന്നത് പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്. സോ അപ്പോൾ അങ്ങനെ നിങ്ങൾ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ യു ഹാവ് ടു ബി കോമ്പൻസേറ്റഡ്. അപ്പോൾ നിങ്ങൾ ചെയ്ത പണീൻ്റെ പൈസ കിട്ടാൻ നിങ്ങൾക്ക് അധികാരമുണ്ട്, അർഹതയുണ്ട്. So that is it. അതാണ് when the person enjoys the benefit of a non-gratuitous act. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇതിലെഴുതേണ്ടത്, ഈ പോയിന്റിൽ എഴുതേണ്ടത്. സൂട്ട് അപ്പോൺ ക്വാണ്ടം, എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, ഓൾവേസ് ആസ്ക്ഡ് ഫോർ ദ എക്സാമിനേഷൻ. ആൻഡ് ദ നെക്സ്റ്റ് ഈസ് സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ്. അപ്പോൾ എഴുതി വെച്ചോളൂ, സൂട്ട് ഫോർ അത് നിങ്ങൾ എഴുതേണ്ടത്. സ്പെസിഫിക് പെർഫോമൻസ് മീൻസ് ആക്ച്വൽ ക്യാരിങ് ഔട്ട് ഓഫ് ദ കോൺട്രാക്ട് ആസ് എഗ്രീഡ്. ഇപ്പോൾ നിങ്ങൾ കരാറിൽ ഇത് എഴുതിയിട്ടുണ്ട്, അതേപോലെ തന്നെ ഇയാൾ നിർവഹിക്കണമെന്ന് കോടതിയോട് സമീപിച്ച് പറയാം. ഞാനൊരു എക്സാമ്പിൾ പറയാം. എനിക്ക് കാറിനോട് ഭയങ്കര ക്രേസാണെന്ന് വിചാരിച്ചോളൂ. ഐ വോണ്ട് ടു ബൈ എ കാർ. ഭയങ്കര ലോകത്തിൽ അങ്ങനത്തെ ഒരു കാറ് മാത്രമേ, ഫോർമുല റേസിനൊക്കെ പോകുന്ന കാറാണ്, ഓൺലി വൺ ഇൻ ദ ഹോൾ വേൾഡ്. അല്ലെങ്കിൽ അത് വേണ്ട, ഞാൻ രവിവർമ്മ പിക്ചർ, നല്ലൊരു പെയിൻറ്റിങ്, ലോകത്തിൽ ഒന്നേ ഉള്ളൂ, അത് വേണ്ടി ഞാൻ വാങ്ങാൻ വേണ്ടി ഞാൻ ₹1,00,000 വാങ്ങാൻ റെഡിയായി. പക്ഷേ ഈ സെല്ലർ പറയുന്നു അത് ഞാൻ വേറൊരാൾക്ക് 2 ലക്ഷത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് തരാൻ പറ്റില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, യു ആസ് പെർ ദ എഗ്രിമെൻറ്റ് യു ഹാവ് എഗ്രീഡ് ടു സെൽ ദ പിക്ചർ ടു മീ, വൈ ആർ യു സെല്ലിങ് ദ പിക്ചർ ടു അനദർ പേഴ്സൺ? നോ, ഐ വോണ്ട് അലൗ ദാറ്റ് എന്ന് പറഞ്ഞ് ഞാൻ കോടതിയിൽ പോയിട്ട് ഈ പിക്ചർ അയാൾ എനിക്ക് തന്നെ വിറ്റിരിക്കണം, മറ്റാർക്കും വിൽക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി സമീപിച്ചു. അപ്പോൾ കോടതിക്ക് ഡിസ്ക്രിഷൻ ഉണ്ട്. അപ്പോൾ ഇറ്റ്സ് എ ഡിസ്ക്രിഷണൽ റെമഡി എന്ന് പറഞ്ഞാൽ കോടതിക്ക് വിവേചനാധികാരം ഉപയോഗിച്ച് ചെയ്യാം. ഒരു സാധാരണ ഒരു പിക്ചറാണ് കോടതി, എന്താ നിങ്ങൾക്ക് വേറെ പിക്ചറോ അതേപോലത്തെ ഇഷ്ടം പോലെ പിക്ചറുണ്ടല്ലോ, അത് വാങ്ങിക്കൂടെ എന്ന് ചോദിക്കും. പക്ഷേ ഇതല്ല, ഇറ്റ് ഈസ് യുണീക്ക്, ഇറ്റ് ഈസ് ഓൺലി വൺ ഇൻ ദ ഹോൾ വേൾഡ്. അങ്ങനെയാകുമ്പോൾ കോടതി പറയും, നോ, യു ഹാവ് ടു സെൽ ദാറ്റ്. ഈ എഗ്രിമെൻറ്റ് പ്രകാരം സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസ് കോടതി ഗ്രാൻഡ് ചെയ്യും. സോ ഇറ്റ്സ് എ ഡിസ്ക്രിഷണറി റെമഡി എന്ന് നിങ്ങൾ എഴുതണം. ദ കോർട്ട് ക്യാൻ അവാർഡ് സ്പെസിഫിക് പെർഫോമൻസ് ഓർ നോട്ട്, ദാറ്റ് കോർട്ട് ക്യാൻ ഡിസൈഡ് എന്നാണ്. അപ്പം നമ്മൾ ഒന്നാമത്തെ കാര്യം, വെൻ മോണിറ്ററി കോമ്പൻസേഷൻ ഇസ് നോട്ട് ആൻ ആഡിക്വേറ്റ് റിലീഫ്. എപ്പോഴാണ് കോടതി നിങ്ങൾക്ക് ഒരു ഇത് തരിക, ദാറ്റ് ഇസ് സ്പെസിഫിക് പെർഫോമൻസ് ഗ്രാൻഡ് ചെയ്യുക, കരാർ പ്രകാരം ചെയ്യണമെന്ന് ഗ്രാൻഡ് ചെയ്യുക? നമ്പർ 1, when monetary compensation is not an adequate relief. അതിന് പകരം രവിവർമ്മ പിക്ചർ കിട്ടുന്നതിന് നിങ്ങൾക്ക് കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ഹാപ്പി, യു വാണ്ട് ദാറ്റ് പിക്ചർ ഇറ്റ് സെൽഫ്. വെൻ മോണിറ്ററി പണരൂപത്തിലുള്ള നഷ്ടപരിഹാരം നിങ്ങൾക്ക് യു ആർ നോട്ട് ഹാപ്പി, ഇറ്റ് ഇസ് നോട്ട് ആൻ adequate relief. അത് എഴുതി വെച്ചോളൂ. പിന്നെ വെൻ ദ കോർട്ട്
പിന്നെ പിന്നെ സ്പെസിഫിക് പെർഫോമൻസ് തരാത്ത കേസ്, when the court cannot supervise the actual execution of the contract. ഇപ്പോൾ ബിൽഡിംഗ് ഒക്കെ ഉണ്ടാക്കുന്നതൊക്കെ അതേപോലെ ഉണ്ടാക്കി തരണം, ഞാൻ പറഞ്ഞ പോലെ ഉണ്ടാക്കി തരണം എന്ന് പറഞ്ഞാൽ കോടതിക്ക് വന്ന് നോക്കിയിരിക്കാൻ പറ്റില്ല. അപ്പോൾ കോടതി ഇതിന് ഞങ്ങൾക്ക് സ്പെസിഫിക് പെർഫോമൻസ് തരാൻ പറ്റില്ല, ബിക്കോസ് വി കനോട്ട് സൂപ്പർവൈസ് എന്ന മേൽനോട്ടം, വി കനോട്ട് സൂപ്പർവൈസ് ദ ആക്ച്വൽ എക്സിക്യൂഷൻ ഓഫ് ദ കോൺട്രാക്ട്. കരാർ നിർവഹിക്കുന്ന ഞങ്ങൾക്ക് അവിടെ നോക്കിയിരിക്കാനൊന്നും കോടതിക്ക് പറ്റില്ല, അതുകൊണ്ട് ഞങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയും. പിന്നെ വെൻ ദ കോൺട്രാക്ട് ഇസ് ഫോർ പേഴ്സണൽ സർവീസസ്, ഇപ്പോൾ ഒരാൾ ഞാൻ മാരി ചെയ്യാമെന്ന് പറയാം, അപ്പോൾ അങ്ങനെ മാരി ചെയ്യാമെന്ന് പറയുന്നത് കോൺട്രാക്ട് ടു മാരി ഓർ ടു പെയിൻറ്റ് എ പിക്ചർ, ഇതൊക്കെ ആകുമ്പം കോടതി ഒരു സ്പെസിഫിക് പെർഫോമൻസ് നിങ്ങൾ പിക്ചർ പെയിൻറ്റ് ചെയ്ത് കൊടുക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ചിലപ്പോൾ ചീത്തയാക്കി പെയിൻറ്റ് ചെയ്യും. അതുകൊണ്ട് അങ്ങനത്തെ കേസിലും യു കനോട്ട് കോൺട്രാക്ട് ടു മാരി ആൻഡ് കോൺട്രാക്ട് ടു എന്താ കോൺട്രാക്ട് ഇസ് ഫോർ പേഴ്സണൽ സർവീസസ് ആണെങ്കിലും ദ കോർട്ട് മേ നോട്ട് ഗ്രാൻഡ് സ്പെസിഫിക് പെർഫോമൻസ്. അതാണ് അടുത്തത് സൂട്ട് ഫോർ സ്പെസിഫിക് പെർഫോമൻസിൽ എഴുതേണ്ടത്. ഈ രണ്ട് കാര്യങ്ങൾ എഴുതിയാൽ മതി. നൗ ദ ലാസ്റ്റ് സൂട്ട് ഫോർ ഇൻജങ്ഷൻ. ഇൻജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നിരോധന ഉത്തരവിനാണ് ഇൻജങ്ഷൻ എന്ന് പറയാം. ഓർഡർ ദ കോർട്ട് റിസ്ട്രെയിനിങ് എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പർട്ടിക്കുലർ ആക്ട്. വാട്ട് ഇസ് മെൻ ബൈ ഇൻജങ്ഷൻ? ദ കോർട്ട് റിസ്ട്രെയിനിങ്, തടയുക, എ പേഴ്സൺ ഫ്രം ഡൂയിങ് എ പർട്ടിക്കുലർ ആക്ട്. അണ്ടർലൈൻ ചെയ്തോളൂ. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു എക്സാമ്പിൾ എഴുതിയാൽ വളരെ ക്ലിയർ ആവും. എന്ന് പറഞ്ഞ ആൾ എൻ്റെ തിയേറ്ററിൽ എല്ലാ മാസവും 10 ദിവസം പാടാമെന്ന് ഏറ്റു. ഈ 10 ദിവസങ്ങൾ വേറെ ആർക്കും വേണ്ടി പാടില്ല എന്ന് ഒരു വലിയൊരു സിംഗറാണ് ഏറ്റു. പക്ഷേ ഇയാൾ എന്ത് ചെയ്തു? ഈ 10 ദിവസം വേറെ ആൾക്കും കൂടി കോൺട്രാക്റ്റ് കൊടുത്തു. വേറെ ആളുടെ തിയേറ്ററിലും കൂടി പാടാമെന്ന് പറഞ്ഞ് ഏകദേശം ഈ സമയത്ത് പാടാം. അപ്പം ഞാൻ പറഞ്ഞു, നോ, യു ഷുഡ് നോട്ട് ഡു ദാറ്റ്. നിങ്ങളത് ചെയ്യാൻ പാടില്ല. എനിക്ക് പാടാം, മറ്റൊരാൾക്ക് പാടില്ല എന്ന് നിങ്ങൾ കരാർ എഴുതി ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ ഐ വെൻറ്റ് ടു ദ കോർട്ട്. എന്ന് പറഞ്ഞു, ഹീ ഷുഡ് നോട്ട് സിംഗ് ഇൻ ദ അതർ മാൻസ് തിയേറ്റർ. മറ്റേ ആളുടെ തിയേറ്ററിൽ പാടാൻ പാടില്ല, കോടതി ഒരു ഇഞ്ചക്ഷൻ തരണം എന്ന് പറഞ്ഞു. കോടതി ഇഞ്ചക്ഷൻ ഗ്രാൻറ്റ് ചെയ്യും. യു ഷുഡ് നോട്ട് സിംഗ് ഫോർ അനദർ, യു ഹാവ് റിട്ടൺ എ കോൺട്രാക്ട് ദാറ്റ് യു വിൽ സിംഗ് ഫോർ. എനിക്ക് മാത്രം സിംഗ് ചെയ്യണമെന്ന് പറഞ്ഞ് കോടതി തരില്ല, പക്ഷെ അവർക്ക് സിംഗ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് കോടതി ഒരു വിധി തരും. അതാണ് പ്രിവെൻറ്റീവ് റിലീഫാണ്. ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞാൽ തടയുന്ന ഒരു റിലീഫ്, തടയുന്ന ഒരു നിവൃത്തിയാണ്. സോ ദാറ്റ് ഇസ് കോൾഡ് ഇഞ്ചക്ഷൻ. അപ്പോൾ നമ്മൾ അതും കൂടി എഴുതാം. എ എഗ്രി ടു സിംഗ് അറ്റ് ബീസ് തിയേറ്റർ ഫോർ 3 months from 1st April and will not sing for any other else എന്ന് പറയുന്നത്. സബ്സിക്വൻ്റ്ലി ദിസ് എന്ത് ചെയ്തു? he agreed, made an agreement with another person to sing for at the same period. So the court can stop him through an injunction. Don't sing for that person എന്ന് പറഞ്ഞിട്ട് കോടതിക്ക് ഒരു ഇഞ്ചക്ഷൻ കൊടുക്കാം. ഇത്രയും കാര്യങ്ങളാണ് റെമഡീസ് ഫോർ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റിൽ നമ്മൾ ഈ 5 പോയിൻറ്റ്സ് വളരെ കൃത്യമായിട്ട് എഴുതണം. അപ്പോൾ നിങ്ങളെല്ലാവരും ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് വളരെ ഉപകാരപ്രദമായിരിക്കും. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. എക്സാംസ് ആർ റൗണ്ട് ദ കോർണർ. So learn carefully, write all this in the book and keep, otherwise you won't be able to remember. എഴുതി പഠിച്ചാലാണ് ഓർമ്മ വയ്ക്കുക. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാണ്, കുറേ കുട്ടികളെ പഠിപ്പിച്ച അനുഭവത്തിൽ നിന്ന് പറയാണ്. എഴുതി വെച്ചോളൂ. എന്നിട്ട് എക്സാമ്പിൾസൊക്കെ ഞാൻ പറഞ്ഞതൊക്കെ ആലോചിച്ച് വെച്ചാൽ ഡെഫിനറ്റ്ലി യു വിൽ പാസ് ദ എക്സാമിനേഷൻ. സോ wish you all the best once again. Thank you very much for your patient hearing. Please subscribe and share, children. Okay, thank you.